വെറും 1 കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്നതിനാണ് ഇവർ ഈ ഫ്രണ്ട് സീറ്റിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നത്. ആ വരുന്ന യൂണിഫോം ഇട്ട കോളേജുമാർക്ക് അൺഎക്സ്പെക്ടഡ്ലി കിട്ടിയ ഒരു ട്രിപ്പായിരുന്നു ഇത്. വരുന്നുണ്ട് മതം പൊട്ടി ആന വരുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും ഇല്ലാതാണ് ആ കോളേജുമാർ ഇവിടെ നിൽക്കുന്നത്. എങ്കിലും പോസിങ്ങിന് ഒരു കുറവുമില്ല. ഒടുവിൽ കാര്യം അന്വേഷിക്കുന്നു, പെർമിഷൻ എടുക്കുന്നു, കൂടെ കൂടുന്നു, അത്രേ ഉള്ളൂ. ഇനി എവിടേക്കാണ് യാത്ര എന്ന് ഞാൻ പറയാം. എന്റെ +2 വരെയുള്ള പഠനം ഒരു CBSE കോൺവെന്റ് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള UG ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അതുകൊണ്ട് തന്നെ കലോത്സവം എന്നുള്ളതിനെ പറ്റി വലിയൊരു ധാരണയൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കലോത്സവം കാണാൻ വേണ്ടി പോവാണ് ഞാൻ. അതും നമ്മുടെ സ്വന്തം നാട്ടിൽ. CBSE-കാർക്ക് സഹോദയ പോലുള്ള കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും കലോത്സവം പോലെ അത്ര ഫേമസ് അല്ലല്ലോ അത്. കലോത്സവം ഉണ്ടായ 4 ദിവസവും ഈ നാട്ടിലെ മിക്ക സ്കൂളുകൾക്കും അവധി. കാരണം കലോത്സവം നടക്കുന്ന മെയിൻ സ്കൂളിന്റെ തൊട്ടടുത്ത് വരുന്ന എല്ലാ സ്കൂളുകളിലും വേദികൾ ഒരുക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ 10-ൽ കൂടുതൽ വേദികൾ ഉണ്ടായിരുന്നു. കലോത്സവം എന്ന് പറയുന്നത് ഇത്രയും ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ് എന്ന് റോഡിലെ തിരക്കും പാർക്കിംഗ് സ്പേസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതാണ് നമ്മൾ ആദ്യം കയറിയ സ്കൂള്. ഈ സ്കൂളിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. സംഭവം പിള്ളേരെന്റെ വ്ളോഗിങ്ങിനെ കളിയാക്കുന്നതാണെങ്കിലും കാര്യം ശരിയാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് സ്കൂൾ. KG മുതൽ 7th ഗ്രേഡ് വരെയുള്ള എന്റെ അഴിഞ്ഞാട്ടം ഇവിടെ ഒന്ന് പറഞ്ഞ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മളെ നേരെ മെയിൻ സ്കൂളിലോട്ട് വിട്ടു. നമ്മുടെ സ്വന്തം നാട്ടിലെ കലോത്സവം നടക്കുന്നത് കാണുമ്പോൾ ചെറിയൊരു റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. ഓരോ സ്റ്റേജും എവിടേക്കാണ് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള വലിയൊരു മാപ്പ്, അതുപോലെ തന്നെ 10-ൽ കൂടുതൽ വേദികൾ, കാണുമ്പോൾ തന്നെ കട്ടുകൊണ്ടുപോകാൻ തോന്നുന്ന രീതിയിൽ അടുക്കി വെച്ചേക്കുന്ന ട്രോഫി, വേദിയിൽ വിസ്മയം തീർക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥികൾ, മത്സരഫലം അറിയാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന മുഖങ്ങൾ. ഇതൊക്കെ തന്നെയാണല്ലേ കലോത്സവത്തിന്റെ ഭംഗി. മത്സരത്തിനിടെ കുട്ടികൾ കുഴഞ്ഞു വീണു, തലചുറ്റി വീണു എന്നൊക്കെ ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ആംബുലൻസ് എന്നുള്ളത് എനിക്ക് കൗതുക കാഴ്ചയായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഒപ്പനയായിരുന്നു അരങ്ങേറുന്നുണ്ട്. ഒരു ഐറ്റം തന്നെ 10-ൽ കൂടുതൽ ഉണ്ടാവും അത്രേ. ഉയ്യോ, അത്ര ക്ഷമയൊന്നും എനിക്കോ എന്റെ ഗ്യാങ്ങിനോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. ഇനിയുള്ള ടാസ്ക് നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇതിൽ ഞാൻ എത്ര തവണ കലോത്സവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ച് കമന്റ് ആയിട്ട് ഇടുക. തെരഞ്ഞെടുക്കുന്ന 2 വിന്നേഴ്സിന് ഞാൻ ഗിഫ്റ്റുകൾ അയച്ചു തരുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, തീർച്ചയായും നിങ്ങൾ എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ആദ്യത്തെ ഗിവ് അവേ അല്ലേ, അത് ഡിസേർവ് ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സ് ആണ് എന്ന് തോന്നി. അതുപോലെ തന്നെ വിന്നേഴ്സിന് ലോട്ട് ഇട്ടിട്ടായിരിക്കും തെരഞ്ഞെടുക്കുക. ഇനി വാക്കെന്താണെന്നുള്ളത് മറന്നു പോകണ്ട, കലോത്സവം. ഓക്കെ, അങ്ങനെ അല്ലറ ചില്ലറ നൊസ്റ്റാൾജിക് ഐറ്റംസ് വാങ്ങി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഇനി നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങിക്കാം.